ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമ്മൾ വീണ്ടും ബാഗിന്റെ ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. 2 പാർട്ടായിട്ട് ചെയ്യാം. ഇന്ന് പാർട്ട് 1 ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വരുന്ന ബാഗ് ഇതാ, നമുക്ക് ഇങ്ങനെ കുട്ടി ബാഗായിട്ടും പിടിക്കാൻ പറ്റും. അതുപോലെ ഇതിന് സ്ലിംഗ് ഉണ്ട് കേട്ടോ. സ്ലിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ലിംഗ് ഇട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി ബാഗായിട്ട് ഉപയോഗിക്കാം. ഇതിന് 2 സൈഡിലും ഇതാ ഇതുപോലെയാണ് 2 ഭാഗം വരുന്നത്. പിടിക്കുന്ന ഭാഗത്ത് ഒരു ഫൈബറിന്റെ പീസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലൊരു എന്തെന്നാ കളർ പറയാ, ഒരു ഇംഗ്ലീഷ് കളറാണ്. നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ബാഗാണ് ഇത്. ഇതിനുള്ള ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു കുഞ്ഞു 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 ഇങ്ങനെ ഒരു ഡിസൈനാണ്. വേറെ പ്രത്യേകിച്ച് ഇതുമേ വർക്കുകളൊന്നുമില്ല. നല്ല ഭംഗിയാണ്, നല്ല സാധനമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ബാഗാണ്. ഇതിന്റെ സെന്ററിൽ ഇതാ ഇതുപോലെ ഒരു സിബാണ്. ഇത് തുറന്നു കഴിയുമ്പോൾ 2 പോർഷനാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഉള്ളില് സ്ലിങ്ങും കൂടി ഉണ്ട് കേട്ടോ. നല്ലൊരു ഒരു എലഗന്റ് ലുക്ക് തരുന്ന ഒരു ഒരു കുട്ടി പേഴ്സാണ്. കുട്ടി പേഴ്സല്ല, കുട്ടി ബാഗാണ് ഇത്. ഇതിന്റെ റേറ്റ് വരുന്നത് 960. ഇതില് അധികം പീസുകളില്ല കേട്ടോ. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കാണ് അത് കിട്ടുള്ളൂ. നെക്സ്റ്റ് ബാഗ് ഒരെണ്ണം വരുന്നത്, അതെ, ഇതൊക്കെ എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബാഗുകളാണെന്നറിയോ. കാണുമ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ച ബാഗ് പോലെ തന്നെ ഒരു റോയൽ ലുക്ക് വരുന്ന ഒരു ബാഗാണ് ഇത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഇതാ ഇതുപോലെയാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സെന്ററിൽ ഒരു സിബാണ്. ഇതാ ഇതും സ്ലിംഗ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളില് സ്ലിങ്ങിനുള്ളത് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്ലിങ്. ഇതിന്റെ ഉള്ളിലും സൈഡിൽ ഇതുപോലെ ഒരു കള്ളിയുണ്ട്. ഇപ്പുറത്തും ഒരു പോർഷൻ ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ് ബാക്ക് സൈഡ്. ഇത് നല്ല ഭംഗിയുള്ള, നല്ല ക്വാളിറ്റി. ഇതിന്റെ ഭംഗിയേക്കാൾ കൂടുതൽ ഇതിന്റെ ക്വാളിറ്റിയാണ് എടുത്തു പറയേണ്ടത്. കേടാവാത്ത, പെട്ടെന്നൊന്നും കേടുവരാത്ത നല്ല ഭംഗിയുള്ള ഒരു പേഴ്സാണ്. ഇത് ഈ ഭാഗം വരുന്നത് ഇങ്ങനെ നമ്മൾ പായ നെയ്യുന്നത് പോലെയുള്ള ഒരു ഡിസൈനാണ് ഈ ഭാഗത്ത്. ഇതും നല്ലൊരു ബീച്ച് കളറിന്റെ ഒക്കെ ലൈറ്റ് ബീച്ച് കളർ, നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറാണിത്. റോയൽ ലുക്ക് തരുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1050. ഇതും അതെ, വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്ന ബാഗ് ഞാൻ ഇത് മുമ്പ് വീഡിയോയില് കാണിച്ചിട്ടുള്ള ബാഗാണ്. അന്ന് ഒരുപാട് പേര് ഇത് ചോദിച്ചായിരുന്നു. ഇതിൽ കുറച്ച് പീസുകൾ കിട്ടിയിട്ടുണ്ട്. ചില കളറുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ കിട്ടിയ പീസുകൾ ഞാൻ കാണിക്കാണ്. ഇതുപോലെ നമുക്ക് ഒരു ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ കാണുമ്പോൾ ഒരു വെൽവെറ്റ് തുണിയുടെ മെറ്റീരിയലാണ് ആവോ എന്ന് നമ്മൾ കരുതും. പക്ഷെ വെൽവെറ്റ് അല്ല, ഇത് റെക്സിനിൽ തന്നെ കൂടിയ റെക്സിനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതിന് 2 സ്ലിംഗ് ഉണ്ട്. ഇത് ഒരെണ്ണം ഇങ്ങനെ നീട്ടിയിടാൻ, പിന്നെ വേറൊരു സ്ലിംഗ് കൂടി ഉണ്ട്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പേഴ്സായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഇതിന് 2 സ്ലിംഗ് ആണ് ഉള്ളത്. പിന്നെ പുറത്ത് തന്നെ 2 കമ്പാർട്ട്മെന്റ് പുറത്തുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ സെന്ററിൽ ഇതുപോലെ ഒരു സിബാണ്. സിബ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കൊട, പേഴ്സ്, പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ പേപ്പർ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. നമുക്ക് കൊടയൊക്കെ വെക്കാൻ പറ്റുന്ന ബാഗാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് ഇതൊക്കെ കേട്ടോ. മുമ്പ് വാങ്ങിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ബാഗുകളൊക്കെ കിട്ടിയവരൊന്ന് കമന്റ് ചെയ്യുക. ഈ ഫ്ലോണ്ടിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗുകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും നമുക്ക് നല്ലൊരു ലുക്ക് തരുന്നതുമായ ബാഗുകളാണ്. കൂടിയ റെക്സിനിൽ വന്നിരിക്കുന്നതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 460. നമുക്ക് ഇങ്ങനെയും പിടിക്കാം, പിന്നെ ചെറിയ സ്ലിങ്ങിട്ടും പിടിക്കാം. ഇനി ഇതിന്റെ ഷെയ്ഡുകൾ വരുന്നത്, ഇതൊരു ചിക്കു കളറാണ്. പിന്നെ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ജെറ്റ് ബ്ലാക്ക് കളറ്, പിന്നെ ഒരു പീച്ച് കളറ്. ഇത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ. പിന്നെ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേല് വരാത്ത ഒരു കളറാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ ബ്ലൂ കളർ എന്നൊക്കെ പറയാം. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അതുപോലെ ഇതും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഡാർക്ക് ബ്ലൂവും ഗ്രേയും കൂടി കലർന്നുള്ള ഒരു കളറാണ്. ഇതും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രേ ആണ്. അപ്പൊ ഇത്രയും ഷെയ്ഡാണ് ഇതിലുള്ളത്. ഇതിന്റെ വില വരുന്നത് 460. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോയിൻ പേഴ്സ് ആണ്. ഒരുപാട് പേരായിരുന്നു ഇതിന്റെ എൻക്വയറി.
അന്ന് അത് കാണിച്ചപ്പോൾ രണ്ട് മെറ്റീരിയൽ കാണിച്ചിരുന്നു, ലെതറിലും കാണിച്ചിരുന്നു, റെക്സിനിലും കാണിച്ചിരുന്നു. ലെതർ ഇപ്പൊ അവൈലബിൾ അല്ല, റെക്സിനിൽ മാത്രമുള്ളതാണ് അവൈലബിൾ. ഇതാ ഇതുപോലെ ഒരു ബ്ലാക്ക് കളറും കോഫി ബ്രൗൺ കളറുമാണ്. ഇത് ഒരൊറ്റ കള്ളിയേ ഉള്ളൂ. ഇതിൽ നമുക്ക് കോയിനൊക്കെ ഇട്ട് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിന്റെ പോക്കറ്റിൽ ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള കോയിൻ പേഴ്സാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 100 രൂപ. ഇത് നമുക്കൊരു സ്ലിംഗ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അന്ന് ഇതിൽ വേറെ ഏതൊക്കെയോ ഷെയ്ഡുകൾ വന്ന്, ഈ ഷെയ്ഡും ഉണ്ടായിരുന്നു, പിന്നെയും വേറെ ഏതോ ഷെയ്ഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരൊറ്റ ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് കിട്ടിയവർക്കൊക്കെ അറിയാം, അവരൊക്കെ ഒന്ന് വന്ന് കമന്റ് ചെയ്യണേ. ഇത് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബാഗാണ്. ഇത് ചെയിനാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇങ്ങനെ നീട്ടിയിടുന്നവർക്ക് ഇങ്ങനെ ഇടാം, അതല്ല എങ്കിൽ ഇതാ ഇങ്ങനെ വലിച്ചാല് ചെറിയ ബാഗായിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇവിടെ 2 പ്രസ് ബട്ടൺ ആണുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ 2 കമ്പാർട്ട്മെന്റ് ആണുള്ളത്. ഇത് നല്ല സൗകര്യമുള്ള ഒരു ബാഗാണ്. ഉപയോഗിക്കാനായിട്ട് നമുക്ക് കൊടയും മൊബൈല് പേഴ്സ് എല്ലാ സാധനങ്ങളും ഇതിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നല്ല റെക്സിനിൽ തന്നെ നല്ല കൂടിയ റെക്സിനാണ്, നല്ല ബാഗുകളാണ്. ഇതിന്റെ വില വരുന്നത് 700 രൂപ. നെക്സ്റ്റ് ബാഗ് വരുന്നത് നമുക്ക് സ്ലിംഗ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതാ ഇതുപോലെ ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരു കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് മൗ കളറാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതാ ഇങ്ങനെ, ബാക്ക് സൈഡിൽ ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ ഇതിന്റെ ഇതാ ഇതിലൊരു കമ്പാർട്ട്മെന്റ്, ഇവിടെ വേറൊരു കമ്പാർട്ട്മെന്റ്. ഇനി ഇതിന്റെ രണ്ടിന്റെ നടുവിലായിട്ട് ഇതാ ഇങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് സാധനങ്ങൾ ഇറക്കി വെക്കാം. ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റ് ആണുള്ളത്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതൊക്കെ ഇതാക്കണ്ട, നല്ല സോഫ്റ്റ് ആണ്, പിടിക്കാനും ഉപയോഗിക്കുമ്പോഴൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 450. ഇതൊരു ലൈറ്റ് മൗ കളറാണ്. ഇനി ഇതിൽ വന്നിരിക്കുന്നത് ഇതാ ഒരു ബ്രൗൺ കളറിന്റെ ഒരു ഷെയ്ഡ്, പിന്നെ ഒരെണ്ണം ഇതാ ഡാർക്ക് കോഫി കളർ. ഇങ്ങനെ 3 ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ലതാണ്, നല്ല സ്പേഷ്യസ് ആണ് ഈ ബാഗുകളൊക്കെ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചു, കുറെ പേര് വാങ്ങിച്ചു. പിന്നെയും അത് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് പീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ ഷോൾഡർ ബാഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു മൊബൈലും പൈസയും മാത്രമൊക്കെ ഇട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയത്, പ്രത്യേകിച്ചും ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റിയത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് പുറത്ത് ഒരു കള്ളിയുണ്ട്, പിന്നെ സെന്ററിൽ ഒരു കള്ളിയാണ് ഉള്ളത്, ബാക്ക് സൈഡിലും ഒരെണ്ണം ഉണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒന്നിങ്ങനെ ഷോൾഡറിലിട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 290. പേഴ്സുകൾ ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു, ഇപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ആകെ 2 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളൂ, ഒരു ബ്ലാക്ക് കളറും ഒരു ബീജ് കളറും. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് പ്രസ് ബട്ടൺ ആണ്. ഇത് ഓപ്പൺ ചെയ്താൽ ഇതിൽ കാർഡുകളൊക്കെ വെക്കാം, ഇവിടെയും കാർഡുകൾ വെക്കാം, പിന്നെ ഇവിടെ നമുക്ക് പൈസ വെക്കാം, ഇതിലും വെക്കാം. പിന്നെ ഇവിടെ ഒരു സിബാണ്. ഈ സിബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും 2 കള്ളികളാണ് വരുന്നത്. ഇത് നല്ല പേഴ്സാട്ടോ. ഇത് ഒരുപാട് എൻക്വയറി ഇപ്പോഴും ഉള്ളതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 380. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു പേഴ്സ് തന്നെയാണ്. ഇതിന്റെ വേറൊരു ടൈപ്പ് ഇങ്ങനെ സ്ലിംഗ് ആയിട്ട് ഇടുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പേഴ്സായിട്ട് അതേ സാധനം തന്നെ പേഴ്സായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതില് ഇതാ 2 കള്ളിയാണ് ഇതിലുള്ളത്. ഇങ്ങനെ 2 കള്ളിയാണ് ഇതിലുള്ളത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ വരും, ബാക്ക് സൈഡിൽ ഇതുപോലെ. പിന്നെ നമുക്ക് ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ പിടിക്കും ചെയ്യാം. ഇതിന്റെ റേറ്റ് വരുന്നത് 350. മുമ്പ് ഞാൻ ഇതുപോലെ ഇത് സ്ലിംഗ് ബാഗ്, ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ് കേട്ടോ. ഇതിന്റെ സ്ലിംഗ് ആണിത്. അപ്പം ഇത് മുമ്പൊക്കെ കാണിച്ചത് വേറൊരു ഷേപ്പ് ആയിരുന്നു. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് റൗണ്ട് ആണ് ഇതിന്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. ഇതാ ഇത്രയും വിസ്താരം ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ഉള്ളില് 2 കള്ളിയാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇതാ ഇതൊരു കള്ളി, ഇതൊരു കള്ളി, ഇങ്ങനെ 2 കള്ളിയാണ് ഇത് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ കിടക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 390. ഇതില് ഇനി ഇതില് ഇതിങ്ങനെ 3 ഫ്ലവറിന്റെ ഒരു ഡിസൈൻ ആണ്.
ഇനി ഡിസൈനുകൾ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇതിലാവുമ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈൻ, ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ. പിന്നെ ഒരെണ്ണം വരുന്നത് ഇതാ, ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിലിപ്പോ സാധനങ്ങളൊന്നും ഇല്ല. ഇത് സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് റൗണ്ട് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ വരുന്ന ഡിസൈൻ ഇതാ ഇതുപോലെയാണ്. ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ, ഫ്രണ്ടിൽ ഇതുപോലെ ഡിസൈൻ. പിന്നെ വരുന്നത് ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ, ഫ്രണ്ടിലത്തെ ഡിസൈൻ ഇങ്ങനെ. പിന്നെ വരുന്നത് ഇതാ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഡിസൈനാണ്. പിന്നെ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ, ഫ്രണ്ടിൽ ഇങ്ങനെ. നേരത്തെ ഇതേപോലത്തെ തന്നെ ഒരു ഡിസൈൻ കാണിച്ചിരുന്നു. ഇതിന് കുറച്ചൊരു കളർ ചേഞ്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത്. അപ്പോൾ വേണ്ടവര് ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും കൊടുക്കുക. ഇതൊന്നും കുറെ പീസുകൾ കിട്ടിയിട്ടില്ല. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 390. അപ്പോൾ ഇന്ന് ഈ കാണിച്ച പേഴ്സുകളിൽ, ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്